നല്ല നല്ല തിക്കായിട്ടുള്ള കപ്പയും പോട്ടിയും കഴിക്കണം. നല്ല കപ്പ ബിരിയാണി കഴിക്കണോ? നമ്മുടെ തൊടുപുഴയിൽ നിന്നൊരു 18 കിലോമീറ്റർ മാറി ഉടുമ്പൻ്റെ ഒരു ന്യൂ സിറ്റിയിൽ എവിടെയാ നമ്മുടെ തട്ടുകടയിലോ ഇങ്ങോട്ട് പോന്നാൽ മതി. നല്ല കിടുക്കുന്നതാണ് കഴിക്കാം. കപ്പ ബിരിയാണി ഉണ്ടല്ലോ, നിങ്ങൾ ഇതൊന്ന് കഴിച്ചു നോക്കണം. ഇതിന്റെ ടേസ്റ്റ് സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. പിന്നെ ഇക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-25 വർഷമായിട്ട് ഇതേ സാധനം തന്നെ ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അത്രയ്ക്കും എക്സ്പീരിയൻസ് ഉണ്ട്, അത്രയ്ക്കും ടേസ്റ്റും ഉണ്ട് ഈ സാധനത്തിന്. ഇതുണ്ടല്ലോടാ, വൃത്തിയിലാണെങ്കിലും പുള്ളി നല്ല കിടുക്കനായിട്ട് എടുത്ത് തന്നെ നമുക്ക് ഇവിടെ വന്ന് അറിയാൻ പറ്റും. ഈ സാധനം ഉണ്ടല്ലോ നമുക്ക് വയറ് നിറച്ച് ഈ ഒരു പൈസക്കല്ലേ മിച്ചം വേണമെങ്കിൽ 2 പേര് കഴിക്കാം. അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് ഈ സാധനം. നിങ്ങൾ എന്തായാലും ഇത് മിസ് ചെയ്യേണ്ട, ഉറപ്പായിട്ട് ഇവിടെ വന്ന് കഴിക്കണം. കഴിച്ചിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് ഉറപ്പായിട്ട് ചെയ്യണം. ഈ ഒരു നല്ല കടേനെ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തൊന്ന് എത്തിക്കുകയും കൂടെ ചെയ്യണം കേട്ടോ. പിന്നെ ഒന്നും പറയുന്നില്ല, ഞാൻ ഇത് കഴിച്ചിട്ട് കാണാം. ഇത് ഭയങ്കര എന്തോ പണിയിലാണല്ലോ. പൊറോട്ടടിയാണല്ലേ? ഇത് ഭയങ്കര നിങ്ങളുടെ മറ്റേ കപ്പയും പോട്ടിയൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ, ഒരു രക്ഷയില്ലോ. നമ്മൾ നന്നായിട്ട് ചെയ്തു കൊടുക്കണേ. ഞാൻ ആദ്യം ചെറിയ ചാക്കട ഉള്ളായിരുന്നു എനിക്ക്. അതല്ലേ? 2 കൂട്ടുകാരെ അത് എന്നോട് പറഞ്ഞ് ജയിച്ചാ. അപ്പൊ അത് കുഴപ്പമില്ലാതെ തോന്നി. അപ്പൊ ഞാൻ അങ്ങനെ കൂടെ ചെയ്തു. അങ്ങനെ ചെയ്തു പോന്നു. 10-25 കൊല്ലമായിട്ട് സംഭവം വിൽക്കുകയാണല്ലേ? കൂട്ടുകാരുടെ പേര് വേണമെങ്കിൽ പറയാം. നസീക്ക പെരുമ്പള്ളി, ജോസ് ആറാഞ്ചേരി, ഈ 2 പേരാണ് നമുക്ക് ചെയ്യിച്ചത്. അതല്ലേ? അവര് പറഞ്ഞിട്ടാണ് ഇത് തുടങ്ങിയത്. എന്തായാലും സംഭവം നല്ല കിടുക്കനായിട്ടുണ്ട്. കപ്പയും പൊട്ടി മാത്രമല്ല വേറെ എന്നൊക്കെയാ ഇവിടെ ഉള്ളത്? കപ്പ പൊട്ടി, എല്ലും കപ്പ, പൊറോട്ട, എല്ലാ ഐറ്റം ഉണ്ടല്ലേ? പൊറോട്ടയ്ക്ക് വേണ്ടിയാ പരിപാടി? അതെ. ബീഫ് വൈകുന്നേരം എത്ര മണി വരെ തുടങ്ങുന്നത്? ഞങ്ങള് 3 മണി മുതൽ രാത്രി ഒരു 11 മണി വരെ. അത് അത്രയും സമയത്തുണ്ടല്ലോ. ഇക്കാതെ ഈ കപ്പയും പൊട്ടി ഇത്രയ്ക്കും ടേസ്റ്റി ആണുള്ള കാരണം എന്നാന്ന് നമ്മളോടൊന്ന് പറയാമോ? ടേസ്റ്റ് പ്രത്യേകിച്ച് നമ്മൾ സാധാരണ ഇടുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, കരിയാപ്പില, ഇഞ്ചി, സാധനം വെളിച്ചെണ്ണ. മെയിനായിട്ട് വെളിച്ചെണ്ണ കാരണം. അതല്ലേ? നാച്ചുറൽ ആയിട്ട് സാധനങ്ങളാണ്, വേറെ ഒരു ഉപ്പുമില്ല, എല്ലാം ഒറിജിനൽ. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. കപ്പയും പൊട്ടി അടിപൊളി കപ്പയും പൊട്ടിയാണ് ചേട്ടൻ്റെ. അതെ സ്ഥിരം വരുന്നത്. ചേട്ടൻ്റെ കപ്പയും പൊട്ടി ഞാൻ അപ്പുറത്ത് അവിടെ ആയിരുന്നപ്പോൾ പരിഹാരത്തായിരുന്നപ്പോഴും വന്ന് കഴിച്ചോണ്ടിരുന്നത് വർഷങ്ങളായിട്ട് കഴിച്ചോണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല. എന്നെ പക്ഷേ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ ഉടുമ്പന്നൂർ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുള്ളൂ. ചേട്ടൻ്റെ കപ്പയും പൊട്ടി ഞാൻ ഇഷ്ടം പോകുള്ളൂ. കുഴപ്പമില്ല, നല്ല ഭക്ഷണമാണ്. അതുപോലെ ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കണം, നല്ല ക്ലിയർ ആണ്, നല്ല അടിപൊളി ഭക്ഷണം ടേസ്റ്റ് ആയിട്ടാണ്. പോട്ടിയാണെങ്കിലും ലിവറാണെങ്കിലും ചിക്കനാണെങ്കിലും എല്ലാം നല്ല സൂപ്പർ ഭക്ഷണമാണ്. കപ്പ ബിരിയാണി കപ്പയാണെങ്കിലും എല്ലാം നല്ല ഫുഡാണ്. കൊടുക്കുന്ന പൈസക്ക് മുതലുണ്ട്. സാധാരണ നമ്മൾ മേടിക്കുന്ന മാതിരിയല്ല. 50 രൂപയാലും 100 രൂപയാലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ 100-ന് 110 രൂപ സാധനം തരും. കൊടുക്കണം, നല്ല സാധനമാണ്. ഒരു പ്രാവശ്യം കഴിച്ചാൽ വീണ്ടും വീണ്ടും വന്ന് കഴിക്കുന്നത്. ഞാനിവിടെ ഒരു തുടങ്ങിയ കാലം പോലെ ഞാൻ കഴിക്കുന്ന ആളാണ്. മിക്കവാറും കൊണ്ടുപോകും. പൊറോട്ട ആണെങ്കിലും നല്ല സൂപ്പർ പൊറോട്ടയാണ്, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത്രയും വൃത്തിയായിട്ട് ഇത്രയും ടേസ്റ്റി ആയിട്ട് കേരളത്തിൻ്റെ എവിടെയെങ്കിലും ഇതുപോലെ ഫുഡ് കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം, ഷെയറും ചെയ്യണം. തീർച്ചയായിട്ടും മറ്റുള്ളവർ അറിയണം. നമുക്ക് അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ് നിങ്ങളിതൊരു വൺ ടൈം അല്ല, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളിവിടെ വരാതേ ഇരിക്കൂല. അത്രയ്ക്ക് സെറ്റപ്പാണ്.